ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് 2024-25 അധ്യയന വർഷത്തേക്കുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ റിന്യൂവൽ ചെയ്യുവാനുള്ള അപേക്ഷയായിരുന്നു വിളിച്ചത്. ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുതായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ ഓൾറെഡി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് അപേക്ഷ കൊടുക്കാൻ സാധിക്കാത്ത സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ ഏത് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കാണും, എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് 2025. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കൃത്യമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കാണുവാൻ ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ വിശദമായി വിട്ടു പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുത്താനും. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരുപാട് സ്കോളർഷിപ്പുകൾ നമ്മൾ നേരത്തെ തന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പാണ് CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ വിഭാഗക്കാർക്കും, അതേപോലെ സിഖ്, ബുദ്ധ, ജൈന, പൈസി തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്. അപ്പോൾ അതായത് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ്, ഈ രീതിയിൽ സ്കോളർഷിപ്പായിട്ടാണോ അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് ആയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തുക ലഭിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ ലഭിക്കുമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര താമസക്കാരായിട്ടുള്ള ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്കാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഗേൾസിന് മാത്രമാണ് CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ച സ്വാശ്രയ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് കേരള സംസ്ഥാനത്തിലെ ഗവൺമെൻറ് അതേപോലെ തന്നെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഡിഗ്രി അല്ലെങ്കിൽ PG അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു വിദ്യാർത്ഥിനികൾക്കാണ് സ്കോളർഷിപ്പ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ച സ്വാശ്രയ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നവർക്കും സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അപ്പം നോർമലി ഡിഗ്രി PG ഗവൺമെൻറ് എയ്ഡ് സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും, എന്നാൽ പ്രൊഫഷണൽ കോഴ്സുകൾ നിലവിൽ സ്വാശ്രയ കോളേജുകളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി സ്കോളർഷിപ്പ് തുക അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് നോക്കാം. അതായത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡിഗ്രിക്കാണെങ്കിൽ 5,000 രൂപയും PGക്കാണെങ്കിൽ 6,000ഉം അതേപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾക്കാണെങ്കിൽ 7,000ഉമാണ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഹോസ്റ്റൽ തുകയായിട്ട് ലഭിക്കുക. ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് ഇനത്തിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കോളർഷിപ്പായിട്ട് ഇത്രയും എമൗണ്ടും ഇനി ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് ആയിട്ടാണ് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 13,000 രൂപയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലാണെങ്കിലും അല്ലെങ്കിൽ സ്കോളർഷിപ്പായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ആദ്യ വർഷങ്ങളിൽ അപേക്ഷിക്കാൻ കഴിയാതെ പോയവർക്കും ഇപ്പോൾ പഠിക്കുന്ന വർഷത്തേക്ക് അപേക്ഷിക്കുക. അപ്പോൾ നിലവിൽ 2ാം വർഷ വിദ്യാർത്ഥികൾക്കാണെങ്കിലും അവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് യോഗ്യതാ പരീക്ഷയിൽ 50% മാർക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കും. നോർമലി എല്ലാ വിദ്യാർത്ഥികൾക്കും 50% ഉണ്ടാകും. അത്തരത്തിൽ 50%-ൽ കുറയാത്ത മാർക്ക് വിദ്യാർത്ഥികൾക്ക് യോഗ്യത, അപ്പം ഡിഗ്രി ആണെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള, ഇനി PG ആണെങ്കിൽ ഡിഗ്രിക്ക് മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള കോഴ്സുകൾക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി കോളേജ് ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്കും സ്ഥാപന മേധാവി അംഗീകരിച്ചിട്ടുള്ള സ്വകാര്യ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്കും ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഹോസ്റ്റലിൽ നിങ്ങൾക്ക് താമസിക്കുന്നവർക്ക് ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ അതായത് കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്കോളർഷിപ്പ് ലഭിക്കുക. കുടുംബ വാർഷിക വരുമാനം നേരത്തെ എല്ലാ അതായത് മൈനോറിറ്റി സ്കോളർഷിപ്പിൻ്റെയും സെയിം രീതി തന്നെ 8 ലക്ഷം രൂപയിൽ കവിയരുത്. BPL-കാർക്കായിരിക്കും മുൻഗണന. BPL-യുടെ അഭാവത്തിൽ തീർച്ചയായിട്ടും എല്ലാ വിഭാഗത്തിൽപ്പെട്ട APL വിഭാഗത്തിൽപ്പെട്ടവരെയും പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ അവസാന ഡേറ്റ് ശ്രദ്ധിക്കുക, 3/2/2025 വരെയുണ്ട്. ഫെബ്രുവരി 3-ാം തീയതി വരെ നിലവിൽ അപേക്ഷാ സമയമുണ്ട്. ഓൺലൈൻ അപേക്ഷയുടെ ഫീൽഡുകൾ കൃത്യമായിട്ട് പൂരിപ്പിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അതേപോലെ തന്നെ ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സും നിങ്ങൾ 3/2/2025 താഴെ പറയുന്ന ഡോക്യുമെൻറ്റ്സ് സഹിതം നിങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പൽ സഹിതം നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഓൺലൈൻ അപേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ്, നേരത്തെ ഏതെങ്കിലും ഈ രീതിയിൽ മൈനോറിറ്റി വെൽഫെയറിന് സ്കോളർഷിപ്പ് അപേക്ഷ കൊടുത്തവരാണെങ്കിൽ അവർ ജസ്റ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് ഈ പറയുന്ന സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്താൽ മതി. എന്നാൽ ഇതുവരെയും അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർ കൃത്യമായിട്ട് ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യണം. അതിനായിട്ട് ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോട്ടോ, സിഗ്നേച്ചർ, SSLC, ഇൻകം സർട്ടിഫിക്കറ്റ്,
റേഷൻ കാർഡ് കോപ്പി, ഹോസ്റ്റൽ ഫീ റെസിപ്റ്റ്, ഇത്രയും കാര്യം ഈ 6 ഡോക്യുമെൻറ്റ്സുകൾ പരമാവധി 100 KB സെറ്റാക്കിയിട്ട് വിദ്യാർത്ഥികൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ പ്രൊഫൈൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് വെക്കുക. വളരെ ക്ലിയർഫുൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് തന്നെ നിങ്ങൾ ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്ലോഡ് ചെയ്യുമ്പോൾ ക്ലിയർ ഉണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത്. ഇനി അതേപോലെ തന്നെ ഹോസ്റ്റലാണോ എന്ന വിവരം ആണെങ്കിൽ ഹോസ്റ്റൽ സ്ഥാപന മേധാവി അംഗീകരിച്ചിട്ടുള്ളതാണോ എന്ന വിവരം സെലക്ട് ചെയ്യണം. അപ്പോൾ അതായത് നിങ്ങളുടെ ഹോസ്റ്റൽ സ്ഥാപന മേധാവി അംഗീകരിച്ചിട്ടുള്ള ഹോസ്റ്റലായിരിക്കണം എന്നുകൂടി ഉറപ്പെടുത്തുകയാണ്. ഇനി അതേപോലെ സ്വാശ്രയ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ പ്രവേശനം മെറിറ്റ് സീറ്റിലാണെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ സ്വാഭാവികമായും സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർ ഈ പറയുന്ന മെറിറ്റ് സീറ്റിലാണെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓൺലൈൻ അപേക്ഷയോട് കൂടെ നിങ്ങൾ എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കോളേജിൽ സബ്മിറ്റ് ചെയ്ത് നോക്കാം. അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട്, SSLC +2 മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, അലോട്ട്മെൻറ്റ് മെമ്മോ. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി ലഭിച്ച അലോട്ട്മെൻറ്റ് മെമ്മോ, PG ആണെങ്കിൽ PG ലഭിച്ച അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അപേക്ഷയുടെ സ്വന്തം പേരുള്ള ബാങ്ക് പാസ്ബുക്ക് അതിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഇൻകം സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിൻ്റെ കോപ്പി, ഹോസ്റ്റൽ വിദ്യാർത്ഥിയാണെങ്കിൽ ഹോസ്റ്റലാണെന്ന് തെളിയിക്കുന്ന രേഖയും, ഹോസ്റ്റൽ ഫീസ് സംബന്ധിച്ച രേഖയും. കാരണം ഹോസ്റ്റൽ ഫീസിനെ കുറിച്ചുള്ള എത്രയാണ് ഫീസ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്കത് വെരിഫൈ ചെയ്യണം. അപ്പോൾ ആ ഒരു ഫീസാണ് നിങ്ങൾക്ക് ലഭിക്കുക. പരമാവധി 13,000 വരെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഹോസ്റ്റൽ ഫീ ഇനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഈ അപേക്ഷയോട് കൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ 3/2/2025 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത്. ഇനി അപേക്ഷ കൊടുക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള അത് scholarship.minority-welfare.kerala.gov.in വരുന്നു. അവിടെ നിന്ന് ഹോം പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ലാസ്റ്റ് നാലാമത്തത് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ഫ്രഷ് രജിസ്ട്രേഷൻ. നേരത്തെ റിന്യൂവൽ ആയിരുന്നു, ഇപ്പോൾ ഫ്രഷ് രജിസ്ട്രേഷൻ ലിങ്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് അപ്ലൈ ഓൺലൈൻ എന്നുള്ളത്, ഗൈഡ് ലൈൻസ് അപ്ലൈ ഓൺ. അപ്പോൾ അപ്ലൈ ഓൺലൈൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ബാക്കിയുള്ള എല്ലാ സ്കോളർഷിപ്പും അപ്ലൈ ചെയ്ത പോലെ തന്നെ നോർമലായിട്ടുള്ള പ്രൊസീജിയറാണ്. അത് നേരത്തെ നമ്മൾ പല വീഡിയോയിലും കാണിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും കാണിക്കേണ്ട ആവശ്യമില്ല. അതിന് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഏറ്റവും റൈറ്റ് സൈഡിൽ ആ ലോഗിൻ കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ പറയുന്ന CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മൈനോറിറ്റി ഉൾപ്പെടെയുള്ള അതായത് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വിവിധ സ്കോളർഷിപ്പുകൾ ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഓരോ സ്കോളർഷിപ്പും അതായത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ OBC-കാർ മാത്രമല്ല മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പല സ്കോളർഷിപ്പും നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ സ്കോളർഷിപ്പും വളരെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നോക്കി വിദ്യാർത്ഥികൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒരു സ്കോളർഷിപ്പ് നിങ്ങൾ ഇൻഫർമേഷൻ ലഭിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുകയും അതേപോലെ തന്നെ നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇത്തരത്തിലെ വീഡിയോകൾ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലെ വീഡിയോകൾ കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടി ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കരിയർ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ജോബ് സംബന്ധമായിട്ടുള്ള മറ്റു കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി നമ്മുടെ കരിയർ വിൻ കേരള നിങ്ങൾക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾക്ക് ക്ലിയർ വരുത്തുവാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നമ്മുടെ താഴെയുള്ള നോർമൽ നമ്പർ നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗപ്പെടുത്താം. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ആവശ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. ഒരിക്കൽ കൂടെ ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.